ഇത് കോമൺ ആയിട്ടുള്ളൊരു പ്രശ്നമാണ്. ഇപ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഷെഡ്യൂൾ ചെയ്ത് തുടങ്ങും. ഷെഡ്യൂൾ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ എല്ലാ ഇതിലും പറഞ്ഞാണ് നമ്മുടെ ലെവലെല്ലാം ഒരുപോലെ അല്ല. ഇപ്പം നമ്മൾ ജനിച്ച് വീണപ്പം എല്ലാവരെയും കൊണ്ടിരുത്തി എസ് എസ് സി പഠിപ്പിക്കുമല്ല. നമ്മൾ 10ാം ക്ലാസ് പഠിച്ച അല്ലെങ്കിൽ +2 വരെ പഠിച്ച അല്ലെങ്കിൽ എവിടെ വരാണോ നമ്മുടെ ക്വാളിഫിക്കേഷൻ അതുവരെ പഠിച്ച കാര്യങ്ങളും പിന്നെ നമ്മളുടെ എന്താ നാച്ചുറലായിട്ടുള്ള ജനിക്കുമ്പോഴുള്ള ബുദ്ധിയും അല്ലെങ്കിൽ ടാലൻറ്റും അല്ലെങ്കിൽ ഐക്യവും അതൊക്കെ വെച്ചിട്ടായിരിക്കും ഓരോരുത്തർക്കും ഈ ഷെഡ്യൂൾ ചെയ്യാനായാലും പഠിക്കാനും എടുക്കുന്ന സമയം എന്ന് പറയുന്നത്. അപ്പം നമ്മളിവിടെ ആ ഒരു സമയത്തെ അല്ല നമ്മളിവിടെ അളക്കുന്നത്. ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് അളക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളുടെ മുന്നിലുള്ള ആ സിലബസ് എത്ര എഫിഷ്യൻ്റ് ആയിട്ട് ഒരാൾ കംപ്ലീറ്റ് ചെയ്യുന്നു, ആ സിലബസിൽ നിന്ന് വരുന്ന അതേ പാറ്റേണിലുള്ള അല്ലെങ്കിൽ ആ ഒരു ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എങ്ങനെ എത്ര സ്പീഡിൽ ബാക്കിയുള്ളവരെക്കായും സെറ്റായിട്ട് സ്പീഡിലും കറക്റ്റായിട്ടും ചെയ്യുന്നു. അതാണ് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിൻ്റെ കാര്യം. അപ്പം ഞാനിവിടെ ഈ ഷെഡ്യൂള് നിങ്ങൾക്ക് തുടങ്ങിയത് ജൂലൈ 1 മുതലാണ് ഈ പുതിയ ബാച്ചിന് 2027. അപ്പോൾ ജൂലൈ 1 തുടങ്ങിയ ഈ ഒരു സാധനം എനിക്ക് വേണമെങ്കിൽ ജനുവരി തുടങ്ങാമായിരുന്നു, അല്ലെങ്കിൽ ഈ ജൂലൈ 1 തുടങ്ങി എനിക്ക് ഒരു മാസം കഴിഞ്ഞ് തുടങ്ങാമായിരുന്നു. അപ്പോൾ എപ്പോൾ തുടങ്ങി എപ്പോൾ തീർത്തു എന്നുള്ളതല്ല. അപ്പം നിങ്ങൾ പല ആൾക്കാരും തുടക്കം മുതലേ ഉള്ളവരുണ്ട്, ചിലവർ ഓഗസ്റ്റ് ജോയിൻ ചെയ്യുന്നവരുണ്ട്, ചിലവർ ഇനി ജോയിൻ ചെയ്യാനുള്ളവരുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം ജൂലൈ 1 പഠിച്ചു തുടങ്ങിയവർക്ക് മാത്രമേ അത് കംപ്ലീറ്റ് ആക്കാൻ പറ്റൂ എന്നല്ല. ഞാൻ തരുന്ന കാര്യങ്ങളാണ് സിലബസ് എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് ചില ആൾക്കാർക്ക് 2 ദിവസം ഞാൻ തരുന്നത്, ഇപ്പോൾ ജൂലൈ 1 2 ടാസ്കുകൾ ഒരുമിച്ച് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ട്. കാരണം അവർ ചിലപ്പോൾ നേരത്തെ കോച്ചിങ്ങിനൊക്കെ പോയവരായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് കുറച്ച് നാച്ചുറൽ ആയിട്ടുള്ള ഇത് കാണും. അപ്പോൾ അവർ ചിലപ്പോൾ 2 ദിവസത്തെ ടാസ്ക് ഒരു ദിവസം കൊണ്ട് തീർക്കാൻ പറ്റും. അവർക്ക് കൂടുതൽ സ്പീഡിൽ തീർക്കാൻ പറ്റും. അപ്പോൾ തീർത്ത് കഴിഞ്ഞാലും അവർ എത്താൻ പോകുന്നത് എവിടെ? ഈ കംപ്ലീറ്റ് തീരുന്നവരല്ലേ ഉള്ളൂ. ഞാൻ ഷെഡ്യൂൾ അവസാനം എന്നാണോ പറയുന്നത് അവിടെ വരെല്ലാം അവർക്കും എത്താൻ പറ്റൂ. അവരത് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതല്ലേ. ഇപ്പം നിങ്ങൾക്കിപ്പോൾ അത് ചെയ്യാൻ പറ്റുന്നില്ല. ജൂലൈ 1 ഒരു കാര്യം ഇപ്പം പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താ ഫുള്ള് ഇപ്പം കുഴപ്പം ഇതായിരുന്നു. നമുക്കിപ്പം 2 ആഴ്ചത്തെ ഷെഡ്യൂൾ ചെയ്തു. ആ 2 ആഴ്ച ഷെഡ്യൂളിൽ കുറേയൊക്കെ റീസണിങ് ഒക്കെ ചിലപ്പം ഇന്നിപ്പോൾ തിങ്കളാഴ്ച ചെയ്യാൻ പറ്റില്ലെങ്കിൽ ചൊവ്വാഴ്ചത്തേക്ക് മാറ്റി വെച്ച് എന്ത് ചെയ്തു, നമ്മളെല്ലാം കൂടെ ഒരുമിച്ചെടുത്ത് ചെയ്തു. അപ്പോൾ അങ്ങനെ ബേൺ ഔട്ടായി പോകുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾ എന്താണോ പഠിക്കുന്നത്, ഞാൻ എന്താണോ പറഞ്ഞ ആ രീതി ചെയ്യുക. അതായത് നിങ്ങളൊരു സാധനം ഇപ്പോൾ പഠിക്കുന്നു, അപ്പോൾ ഒരു ഷെഡ്യൂൾ ചെയ്യുന്നു. ഇപ്പം റീസണിങ് ഒക്കെ ഞാൻ 10 ക്വസ്റ്റ്യനേ തന്നിട്ടുള്ളൂ. അപ്പോൾ റീസണിങ് അന്ന് ചെയ്തിട്ട് അത് അറ്റംപ്റ്റ് ചെയ്ത് ഫുൾ മാർക്ക് വാങ്ങാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത ഷെഡ്യൂൾ ചെയ്യേണ്ട. ഒരു സാധനം നിങ്ങളിപ്പോൾ ഡേ 1 ജൂലൈ 1 ഞാൻ പറയുന്നു ഇത് പഠിക്കണം, ഇത് സ്വന്തമായിട്ട് ചെയ്ത് നോക്കിയിട്ട് മാർക്ക് 0 ആണെങ്കിൽ 0 ആയിക്കോട്ടെ, അതിന് ശേഷം അനലൈസ് ചെയ്ത് അത് ഫുള്ളാക്കണമെന്ന് പറഞ്ഞാൽ അത് ഫുള്ളായിട്ട് പഠിക്കണം. അതിപ്പോൾ 3 സബ്ജക്റ്റ് ഞാൻ പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്. മാത്സ് ക്ലാസ് നോട്ടുമാണ്. അപ്പോൾ 3 സബ്ജക്റ്റ് പഠിക്കാൻ പറഞ്ഞത് അത് തീർത്തിട്ട് അടുത്ത ദിവസത്തെ പോയാൽ മതി. അത് കംപ്ലീറ്റ് ആക്കിയിട്ട് പോയാൽ മതി. അത് റീഅറ്റംപ്റ്റ് ചെയ്ത് ഫുൾ അടിച്ചിട്ട് പോയാൽ മതി. അടുത്ത ഞായറാഴ്ച ചെയ്യുമ്പോൾ റീഅറ്റംപ്റ്റ് ചെയ്ത് ഫുൾ അടിക്കണം. അടുത്ത ചൊവ്വാഴ്ച ചെയ്യുവാണെങ്കിൽ അടുത്ത് ചെയ്യണം. എന്നിട്ട് ഇപ്പം 2 ആഴ്ച നിങ്ങൾക്ക് ഇപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്, എനിക്ക് മെയിൽ അയക്കാൻ പറഞ്ഞത് ഒരാഴ്ച നിങ്ങൾ ചെയ്ത് ഫുള്ള് കംപ്ലീറ്റ് ആക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. അത് നിങ്ങൾ ഒരു 100% കൊടുക്കണം എന്ന് മാത്രം. നിങ്ങൾക്ക് എത്ര ചെയ്യാൻ പറ്റും നിങ്ങൾ എന്ത് ചെയ്തോ. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഈ ഒരാഴ്ച ഇപ്പം തിങ്കൾ മുതൽ ശനി വരെ നിങ്ങൾ ചെയ്ത കാര്യങ്ങളെല്ലാം നിങ്ങൾ അയക്കണമെന്നില്ല. അതായത് തിങ്കൾ മുതൽ ശനി വരെ നിങ്ങളത് കംപ്ലീറ്റ് ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞത്. തിങ്കൾ മുതൽ ശനി വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റി, നിങ്ങളോട് കള്ളം കാണിക്കാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റി. അപ്പോൾ അതിൽ ചിലപ്പോൾ ഒരു ദിവസം പനിയായിരിക്കും, ഒരു 2 ദിവസം ചിലപ്പോൾ എന്തെങ്കിലും വീട്ടിലെന്തെങ്കിലും അത്യാവശ്യം കാണും, മനുഷ്യരുടെ കാര്യമാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം നിങ്ങളിത് റേസിൽ നിന്ന് ഔട്ടായി അല്ല, ഇപ്പം കുറച്ച് ദിവസം കൂടുതലെടുത്താൽ നിങ്ങൾക്ക് CGL കിട്ടത്തില്ല എന്നൊന്നുമല്ല. CGL 2027 വേണ്ടി ഇനി സമയമുണ്ട്. അപ്പോൾ ആ സമയം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു ഷെഡ്യൂൾ തന്നിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം ഈ ജൂലൈ 8 ഇട്ട സാധനം ജൂലൈ 8 തന്നെ തീർത്തില്ലെങ്കിൽ പണി കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് തന്നെ തീർത്തില്ലെങ്കിൽ പണി കിട്ടുമെന്നല്ല. നിങ്ങൾ എപ്പോഴാണോ സാറ്റിസ്ഫൈഡ് ആവുന്നത് അതിൻ്റെ അർത്ഥം മടി പിടിച്ചിരിക്കുക എന്നുള്ളതല്ല. ഈ ഷെഡ്യൂൾ തരുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, എനിക്ക് വേണമെങ്കിൽ പറയായിരുന്നു ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് നിങ്ങൾ ഈ 25,000 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ 20,000 ക്വസ്റ്റ്യൻസിൻ്റെ അത് നിങ്ങൾ ഓരോ ദിവസം നിങ്ങളുടെ സമയത്തിനനുസരിച്ച് ചെയ്താൽ മതി എന്ന് എനിക്ക് പറയായിരുന്നു. അങ്ങനെ പറയാൻ എനിക്ക് എളുപ്പമാണ്. എനിക്ക് ഈ ഷെഡ്യൂളൊന്നും ചെയ്യേണ്ട, എല്ലാ ആഴ്ചയും എനിക്ക് ഇത്രയും പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഷെഡ്യൂളായിട്ട് തരുന്നത്? നിങ്ങൾക്കൊരു അക്കൗണ്ടബിലിറ്റി വരണം. ഇങ്ങനെയൊക്കെ ചെയ്യാനുണ്ട്, ഇത്ര ദിവസങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് ഓരോ ദിവസവും തീർക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ പുറത്തായെന്നോ പുറത്ത് പോയെന്നോ അല്ല. എന്താണോ പഠിക്കുന്നത് ആ പഠിച്ച സാധനം നിങ്ങളുടെ കയ്യിൽ വേണം. അത് കഴിഞ്ഞിട്ടേ മുന്നോട്ട് പോകൂ. അത് ഏറ്റവും ഫണ്ടമെൻ്റലായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതിനൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. 2026 ഷെഡ്യൂൾ ഞാനൊരു 40-something വീക്ക് ചെയ്തതാണ്. അപ്പോൾ അതിൽ നിന്ന് കുറേ ആൾക്കാർ, കുറേ കുട്ടികൾ എനിക്ക് ആദ്യം തൊട്ടേ അയക്കുന്ന കുട്ടികളുണ്ട്, കുറേ പേര് അയക്കുന്നുമില്ല. അപ്പോൾ എനിക്ക് അറിഞ്ഞൂടാ അവരെന്താ ചെയ്യുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ അതിൽ അയക്കുന്ന കുട്ടികളിൽ തന്നെ എനിക്ക് പല ആൾക്കാരുടെ കാര്യം അവിടെ എല്ലാം കഴിഞ്ഞിട്ട് ഷെഡ്യൂൾ കഴിഞ്ഞിട്ട് ഫുൾ മോക്കാണ് ചെയ്യുന്നത്. അതിൽ ഈ ഫുൾ മോക്കിൻ്റെ മാർക്ക് അയക്കുന്നവർ എനിക്ക് അറിയാൻ പറ്റും എത്ര പേര് ഷെഡ്യൂൾ കംപ്ലീറ്റ് ചെയ്തു. എനിക്കത് ആ മാർക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും എത്ര പേര് ഷെഡ്യൂൾ കംപ്ലീറ്റ് ചെയ്തവരാണ്, എത്ര പേര് ഇടയ്ക്ക് വെച്ച് ഉഴപ്പിയവരാണ്, ഇടയ്ക്ക് എത്ര പേര് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം ഓരോ ദിവസം ചെയ്യുന്നതല്ല. നിങ്ങൾ വേണമെങ്കിൽ 3 ദിവസത്തെ ടാസ്ക് ഒരു ദിവസം ചെയ്യുന്ന കുട്ടികളുണ്ട്, അങ്ങനെ പഠിച്ചു വരുന്ന കുട്ടികളുണ്ട്. ഒരു ദിവസത്തെ ടാസ്ക് ചിലപ്പോൾ പകുതി ദിവസത്തെ ടാസ്ക് ആയിരിക്കും. ചിലപ്പോൾ റീസണിങ്ങും ഇംഗ്ലീഷും മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ, GK പഠിക്കാൻ പറ്റത്തില്ല. അവരെന്ത് ചെയ്യും? അവരും ചെയ്യും. അവർ അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തോണ്ട് നിങ്ങളുടെ മുമ്പിലൊരു ടാസ്ക് ഉണ്ട്. അപ്പോൾ അങ്ങനെ വന്നിട്ട് അത് റിവേഴ്സ് ചെയ്യാതെ നിങ്ങൾ ചെയ്ത സാധനം
ഷെഡ്യൂൾ ചെയ്തത് കഴിഞ്ഞ 2026 ആ ഒരു 42 വീക്കിലെ സാധനങ്ങൾ ഷെഡ്യൂൾ കറക്റ്റായിട്ട് റിവൈസ് ചെയ്യാതെ, റിവൈസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്തതെല്ലാം റീഅറ്റംപ്റ്റ് ചെയ്ത് നിങ്ങൾ ഫുൾ മാർക്ക് ഇടയ്ക്കിടയ്ക്ക് ചെയ്യണം, ഇടയ്ക്കിടയ്ക്ക് റിവിഷൻ ചെയ്യണം. റിവിഷന് വേണ്ടി ഇനി ഞാൻ അതിനുവേണ്ടി സെപ്പറേറ്റ് സമയമൊന്നും തരത്തില്ല. നിങ്ങൾ ചെയ്ത സാധനം നിങ്ങൾക്ക് ചെയ്യാനുള്ള അത് ഉത്തരവാദിത്തം നിങ്ങളുടെയാണ്. അപ്പോൾ അത് ചെയ്ത ഒരാൾക്ക് കിട്ടുന്ന മാർക്കും അത് ചുമ്മാ ചെയ്തു പോയ ഒരാൾക്കും കിട്ടുന്ന മാർക്കും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിന് എത്ര സമയം വേണമെങ്കിലും എടുക്കാം, 8 മാസം എടുക്കാം, 9 മാസം എടുക്കാം. പക്ഷേ നമ്മൾ ലക്ഷ്യത്തിലെത്തുന്നവരെ അത് പൊക്കോണ്ടിരിക്കണം. അപ്പോൾ ബേണൗട്ടായിട്ടൊന്നും ആവശ്യമില്ല, ബേണൗട്ട് ആകേണ്ട ആവശ്യമില്ല. പഠിക്കേണ്ട കാര്യങ്ങൾ ഇങ്ങനെയാണ്, പഠിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ആ കാര്യം സിൻസിയറായിട്ട് ചെയ്യുക. ഫസ്റ്റ് സമയം എടുത്താലും ചിലപ്പോൾ നിങ്ങൾക്ക് ഇന്ന് റീസണിങ്ങിൽ തീർക്കാൻ പറ്റില്ല, കുഴപ്പമില്ല, നാളെ തീർത്താൽ മതി. ആ വീക്കിൽ ചെയ്തപ്പോൾ എനിക്ക് അയക്കുന്ന സമയത്ത് അവിടെ ഒരു ഇൻഡു ഇട്ടാൽ മതി. ആ ദിവസത്തെ ടാസ്ക് ചെയ്യാൻ പറ്റില്ല, അത് അപ്പുറത്തോട്ട് മാറ്റി, അത്രേ ഉള്ളൂ. നിങ്ങളുടെ കയ്യിലൊരു പ്രോപ്പർ റെക്കോർഡ് ഉണ്ടായാൽ മതി. പ്രോപ്പറായിട്ട് ഓരോ ദിവസം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് എന്താണ് പെൻഡിങ് ഉള്ളത് നിങ്ങൾക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് ചെയ്ത് തീർത്താൽ മതി, സമയം എടുത്ത് പഠിച്ചാൽ മതി. അത് ആദ്യത്തെ സ്പീഡായിരിക്കത്തില്ല. നിങ്ങളിപ്പോൾ 2 മാസം തുടങ്ങിയ ഒരാളുടെ സ്പീഡായിരിക്കത്തില്ല 3 മാസം ചെയ്ത ഒരാൾക്ക്, അതായിരിക്കത്തില്ല 6 മാസം കഴിഞ്ഞ ഒരാൾക്ക്. ഞാൻ പറഞ്ഞു 1 വർഷത്തെ ടാസ്ക് ഞാൻ തരും. അപ്പോൾ അതിപ്പോൾ 5 മാസം കഴിഞ്ഞ് ജോയിൻ ചെയ്യുന്നതാണെങ്കിൽ അവർ സ്പീഡ് ചെയ്യണം, സ്പീഡ് ചെയ്താൽ അവർക്ക് റിസൾട്ട് ഉണ്ടാവും. പറ്റാത്തവർ അതിന് സ്പീഡ് കുറച്ച് ചെയ്താൽ മതി. നമുക്കിതിൻ്റെ കംപ്ലീഷനാണ് ഉദ്ദേശിക്കുന്നത്, അല്ലാതെ ഈ ഒരു ടൈമല്ല. അപ്പോൾ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ കാര്യങ്ങൾ നടക്കും. അപ്പോൾ അതിന് വേറൊരു ഇതുമില്ല, പഠിച്ച് കംപ്ലീറ്റ് ആയിട്ട് സെറ്റായിട്ട് മാത്രം അടുത്ത ടാസ്കിലോട്ട് പോയത്, അല്ലാതെ ഒരു ഫൗണ്ടേഷൻ കെട്ടാതെ ഒരു കാര്യമില്ല. അതുകൊണ്ടാണ് ചാപ്റ്റർ വൈസ് ഈ ഹാർഡ് ടെസ്റ്റ് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ സെക്ഷണൽ ടെസ്റ്റുകൾ തരുന്നത്. അപ്പോൾ അതിനൊക്കെ ഓരോ ഉദ്ദേശമുണ്ട്. പറഞ്ഞ കാര്യങ്ങൾ അതേപോലെ കാൽക്കുലേഷൻ എക്സസൈസ് ഒക്കെ ചെയ്ത് സെറ്റ് ആകുമ്പോഴത്തേക്കും ഒരു 3-4 മാസം കഴിയുമ്പോഴത്തേക്കും റീസണിങ് നിങ്ങളുടെ കുറച്ചുകൂടി സ്പീഡാവും. അപ്പം ആ തീർക്കാൻ പറ്റും. റീസണിങ് 10 ദിവസം തരുന്നതിൻ്റെ കാര്യം അതാണ്.